ഏവർക്കും നമസ്കാരം. ഇന്ന് ഒരു പുതിയ പാഠം പഠിക്കാം. നെഹ്റുവും ശാസ്ത്രാവബോധവും. ടി.കെ. ദേവരാജൻ്റെ ഒരു ലേഖനമാണ് ഇത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ടി.കെ. ദേവരാജനാണ് ഈ ലേഖനം തയ്യാറാക്കിയിട്ടുള്ളത്. മലയാളത്തിലെ സയൻസ് ഓൺലൈൻ മാഗസിനായ ലൂക്കായുടെ എഡിറ്ററായിരുന്നു. ജ്യോതിഷം, ശാസ്ത്രവും വിശ്വാസവും, നക്ഷത്ര ദൂരങ്ങൾ തേടി, മലയാളിയും ശാസ്ത്രബോധവും എന്നിവയാണ് പ്രധാനപ്പെട്ട ശാസ്ത്ര പുസ്തകങ്ങൾ. ജനങ്ങളെ കൈവെടിയുന്ന ബാങ്കുകൾ, നോട്ട് നിരോധനവും GSTയും എന്നിവ മറ്റു 2 പുസ്തകങ്ങളാണ്. ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ശാസ്ത്രാവബോധം ചർച്ച ചെയ്യുന്ന ഒരു ലേഖനമാണിത്. ആധുനിക ശാസ്ത്രം മാനവ പുരോഗതിക്ക് നൽകിയ സംഭാവനകൾ തിരിച്ചറിയുകയും രാജ്യ പുരോഗതിക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ഉറക്കെ ചിന്തിക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു നെഹ്റു. ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയ സംഭാവനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രധാനമായും ശാസ്ത്രം മനുഷ്യന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു. പകർച്ചവ്യാധികൾ ഉന്മൂലനം ചെയ്തു. പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞു. അതിജീവന സാധ്യത വർദ്ധിച്ചു. ഇതൊക്കെ ശാസ്ത്രം മനുഷ്യന് നൽകിയ സംഭാവനകളാണ്. ഒന്നുകൂടി നോക്കാം. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു, പകർച്ചവ്യാധികൾ ഉന്മൂലനം ചെയ്തു, പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞു, അതിജീവന സാധ്യത വർദ്ധിച്ചു. ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ സമസ്ത മേഖലകളിലും വികസനമുണ്ടായി. ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന മേഖലകളിലും വിനോദം, വിശ്രമം എന്നീ മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം ഇത് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പ്രാഥമിക ആവശ്യങ്ങളാണ്. അവിടെയും വിനോദത്തിനും വിശ്രമത്തിനും അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പങ്ക് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ശാസ്ത്രീയമായ രീതികൾ സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കണമെന്ന് നെഹ്റു പറയുന്നു. അന്ധവിശ്വാസങ്ങളിൽ നിന്നുള്ള മോചനം നേടാൻ ഇത് സഹായിക്കും. ശാസ്ത്രീയമായ രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ ജീവിച്ചാൽ നമുക്ക് വിശ്വാസങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സഹായിക്കും. ശാസ്ത്രം ഓരോ വ്യക്തിയുടെയും ചിന്തയിലും പ്രവൃത്തിയിലും വഴികാട്ടി ആകണമെന്ന് നെഹ്റു ആഗ്രഹിക്കുന്നു. ശാസ്ത്രം ജീവിതവീക്ഷണം ആകുന്ന അവസ്ഥയെയാണ് നെഹ്റു സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിരിക്കും സയൻറ്റിഫിക് ടെമ്പർ എന്ന് നെഹ്റു എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നതെന്ന്. അപ്പം ശാസ്ത്രം ജീവിത വീക്ഷണമാകുന്ന അവസ്ഥയെയാണ് നെഹ്റു സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ അറിവുകൾക്കും സത്യത്തിനും വേണ്ടിയുള്ള സാഹസികവും വിമർശനാത്മകവുമായ അന്വേഷണം. അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പറയാണ്. വിമർശനാത്മകമായ അന്വേഷണമാണ് അവിടെ വേണ്ടത്. അത് പിന്നീട് ആവർത്തിച്ച പരിശോധനയിലൂടെയും പരീക്ഷണത്തിലൂടെയും മാത്രമേ ഏതു കാര്യവും ബോധ്യപ്പെടുമെന്ന നിലപാട്. ഏതൊരു സംഗതിയും അത് ആവർത്തിച്ചുള്ള പരിശോധന, പരീക്ഷണം ഇതിലൂടെ മാത്രമാണ് അത് ബോധ്യപ്പെടുന്നു എന്നൊരു നിലപാട് നമ്മൾ എടുക്കണം. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻധാരണകളെ തിരുത്താനുള്ള സന്നദ്ധത. നമ്മൾ ഇത് സത്യമാണെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പുതിയ തെളിവുണ്ടെങ്കിൽ അത് സത്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിൽ സങ്കല്പിച്ച സിദ്ധാന്തങ്ങളെക്കാൾ നിരീക്ഷിക്കപ്പെട്ട വസ്തുതകളെയാണ് ആശ്രയിക്കേണ്ടത് എന്ന തിരിച്ചറിവ്. ശാസ്ത്രം പ്രയോഗത്തിന് മാത്രമല്ല ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഉള്ളതാണ് എന്ന കാഴ്ചപ്പാട്. ഇതെല്ലാമാണ് നെഹ്റു സയൻറ്റിഫിക് ടെമ്പറിൽ ഉൾപ്പെടുത്തി പറയുന്നത്. അതായത് ശാസ്ത്രം പ്രയോഗത്തിന് മാത്രമുള്ളതല്ല, ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാനും ശാസ്ത്രത്തിന് കഴിയും എന്ന് നെഹ്റു എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ ശാസ്ത്ര രീതിക്ക് 4 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് പ്രശ്നത്തെ തിരിച്ചറിയലാണ്. ഒരു പ്രശ്നത്തെ തിരിച്ചറിയുക. ആ പ്രശ്നത്തെ തിരിച്ചറിയലാണ് നിരീക്ഷണവും വിവരശേഖരണവും അളന്നു തിട്ടപ്പെടുത്തലും വിവരങ്ങളെ തരംതിരിക്കലുമൊക്കെ അതിൽ വരുന്നതാണ്. ലഭിച്ച ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുമാനങ്ങൾ അവതരിപ്പിക്കുക.
ഈ അനുമാനങ്ങൾ അവതരിപ്പിക്കുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ആയിരിക്കണം. തെളിയിക്കപ്പെട്ട അനുമാനങ്ങളെയാണ് ശാസ്ത്ര സിദ്ധാന്തങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ എന്താണ്? നമ്മൾ തെളിയിക്കപ്പെട്ട അനുമാനങ്ങളെയാണ് ശാസ്ത്ര സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. ഇനി അത് തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് പുതിയ അനുമാനങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു അനുമാനം തെളിയിക്കപ്പെട്ടില്ല, സത്യമാണ്, തെളിയിപ്പിക്കപ്പെടാൻ സാധിച്ചില്ല. അപ്പോൾ പുതിയതായിട്ടുള്ള കുറേ വിവരങ്ങൾ ഡാറ്റാസ് കളക്ട് ചെയ്ത് പുതിയ അനുമാനങ്ങൾ എന്ത് ചെയ്യണം? മുന്നോട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. നിരന്തരം പരിഷ്കരിച്ച് ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്കാണ് പോവേണ്ടത്. ഒരു ശരിയിൽ നിന്ന് തെറ്റിലേക്കല്ല സഞ്ചരിക്കേണ്ടത്. നിരന്തരം പരിഷ്കരിച്ച് ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്കാണ് പോകേണ്ടത്. മാനവരാശിയുടെ ഏറ്റവും കരുത്തുള്ള ആയുധമായിട്ട് ഇന്ന് ശാസ്ത്രം മാറിയിരിക്കുന്നു. അപ്പോൾ മാനവരാശിയുടെ ഏറ്റവും കരുത്തുള്ള ആയുധം എന്തായിട്ട് മാറിയിട്ടുള്ളത് എന്താണ്? ശാസ്ത്രമാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാട് വികസിച്ച് മഹാവിസ്ഫോടന സിദ്ധാന്തം വരെ എത്തിയത് ഈ പ്രക്രിയകളിലൂടെയാണ്. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയെല്ലാമാണ് നമ്മൾ മഹാവിസ്ഫോടന സിദ്ധാന്തം വരെ എത്തി നിൽക്കുന്നത്. നമ്മുടെ ഭാരതത്തെ പുനരുദ്ധരിക്കാൻ ശാസ്ത്രത്തിന് മാത്രമേ കഴിയൂ എന്ന് നെഹ്റു വിശ്വസിക്കുന്നു. സ്വതന്ത്ര ഭാരതത്തെ സ്വാശ്രയ പാതയിലൂടെ കെട്ടിപ്പടുക്കാൻ ഉന്നതരായ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞന്മാരായ പാട്രിക് ബ്ലാക്കറ്റ്, JBS ഹാൽഡിയൻ, JD ബർണർ മുതലായവരുമായി അടുത്ത സൗഹൃദം പുലർത്താൻ CV രാമൻ, പ്രഫുല്ലചന്ദ്ര റേ, മഹാലനോബിസ്, വിക്രം സാരാഭായ്, ഹോമി ബാബ, സതീഷ് ധവാൻ, നളിനി രഞ്ജൻ സർക്കാർ തുടങ്ങിയ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിര തന്നെ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളായി. അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന മിക്കവാറും എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെയും സഹായം രാഷ്ട്ര നിർമ്മാണത്തിനായിട്ട് നെഹ്റു ഉപയോഗിച്ചിരുന്നു. CSIR കൂടുതൽ കാര്യക്ഷമമാക്കി. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്, ഇന്നത്തെ ISROയുടെ മുൻഗാമി, IITകൾ തുടങ്ങി 50ഓളം ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളാണ് നെഹ്റുവിൻ്റെ ഭരണകാലത്ത് ആരംഭിച്ചത്. ഇത് വലിയ ശാസ്ത്ര നേട്ടങ്ങളാണ്. രാജ്യത്തിൻ്റെ മൊത്തം ദേശീയ വരുമാനത്തിൻ്റെ 1% ശാസ്ത്ര ഗവേഷണത്തിനായി ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. നെഹ്റുവിന് ശേഷം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ അതിവേഗം മുന്നേറി. ഭക്ഷ്യരംഗത്ത് സ്വയം പര്യാപ്തത നേടി. ബഹിരാകാശത്തും ആണവ സാങ്കേതിക വിദ്യയിലും നാം വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ്. ഒറ്റ വാക്സിൻ കൊണ്ട് 5 മാരക രോഗങ്ങളെ തുരത്താൻ സാധിച്ചു. ഇതിനെല്ലാം നേതൃത്വം നൽകിയത് നെഹ്റുവായിരുന്നു. എന്നാൽ ശാസ്ത്രത്തിൽ ഇന്ത്യ പിറകോട്ട് പോയിരിക്കുന്നു. അന്ധവിശ്വാസങ്ങൾ പലതും തിരിച്ചു വന്നിരിക്കുന്നു. ശാസ്ത്രവിരുദ്ധതയും കപടശാസ്ത്രങ്ങളും നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നു. ശാസ്ത്രചിന്തയ്ക്കും യുക്തിബോധത്തിനും വേണ്ടി നിലകൊള്ളുന്നവർ ആക്രമണത്തിനും മരണത്തിനും ഇരയാകുന്നു. പുതിയ അറിവുകൾക്കും സത്യത്തിനും വേണ്ടിയുള്ള വിമർശനാത്മകമായ അന്വേഷണം ഉണ്ടാവണം. ശാസ്ത്രബോധം ജീവിത വീക്ഷണമായി മാറണം. അന്ധവിശ്വാസങ്ങൾ, കപട ശാസ്ത്രങ്ങൾ, ശാസ്ത്രവിരുദ്ധത എന്നിവ നാം തിരിച്ചറിയണം. നെഹ്റു നല്ല അവബോധം പുലർത്തിയിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. അപ്പോൾ നെഹ്റുവിൻ്റെ ശാസ്ത്രാവബോധം നമ്മുടെ രാജ്യത്ത് നൽകിയ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തെല്ലാം? പരീക്ഷയ്ക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നെഹ്റുവിൻ്റെ ശാസ്ത്രാവബോധം നമ്മുടെ രാജ്യത്തിന് നൽകിയ നേട്ടങ്ങൾ എന്തെല്ലാം? അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയ സംഭാവനകൾ എന്തെല്ലാം? ഇവ രണ്ടും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പിന്നെ ശാസ്ത്രത്തിൻ്റെ രീതിയുടെ ഘട്ടങ്ങൾ ഏതെല്ലാം? ആ 4 ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞ് അതും പഠിച്ചേണ്ടതാണ്. അപ്പോൾ ഒരു പുതിയ അധ്യായവുമായി അടുത്ത പ്രാവശ്യം കാണാം. എല്ലാവർക്കും നമസ്കാരം.